ഹായ് ഗെയ്സ്, ഇതാണ് വനപർവ്വം കേട്ടോ. കോഴിക്കോട് വയനാട് ബോർഡറിലുള്ള എക്കോ ടൂറിസം മേഖലയാണ്. വീട്ടിലൊരു ദിവസം അവധി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കുട്ടികളെ കൂടി വലിച്ച് കിട്ടിയ വണ്ടി കയറിയിട്ട് ഇങ്ങോട്ട് പിടിച്ചോളി. കുട്ടികളെ ഓടികൾക്കിടയിലുള്ള പരിക്കും കുറയും. കുട്ടികൾക്ക് കാലകാലം മറക്കാത്ത ഒരു എൻജോയ്മെൻറ്റും ഇവിടെ കിട്ടും കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല, അവരെ കൂടെ കുത്തിമരം വലിയവർക്കും ഒരു അവസരമാണ്. സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് മണിക്കൂർ കണക്കിന് അവിടെ പൈസ കൊടുക്കണം. ഇവിടെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നാച്ചുറലായിട്ട് പ്രകൃതി ഒരുക്കിയിട്ടുള്ള നല്ല തണുപ്പുള്ള സ്വിമ്മിംഗ് പൂള്. നിങ്ങൾ എത്ര ഈ പാറക്കെടുത്തുള്ള വെള്ളക്കെട്ടിൽ കുത്തിമറിയാം, എന്നാലും ഒരു അപകടവും ഇല്ല, വന്യമൃഗങ്ങളും ഇല്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടുന്ന് കിട്ടുന്ന ഫ്രഷ് എയർ, അതൊന്ന് പറയേണ്ട തന്നെ കേട്ടോ. ഈ നിൽക്കുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഔഷധ സസ്യങ്ങളാണ്. ലോകത്തുള്ള മൊത്തം ഔഷധ സസ്യം ഇവിടെ ഉണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ഫ്രഷ് എയറും അതിൻ്റെ ഒരു ലീഫ് എടുത്തിട്ട് ഒന്ന് കടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ആ ഒരു ഔഷധം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിനടുത്ത് കൂടി ഈ പാറക്കെട്ടുകളിലൂടെ കുത്തി ഒഴുകി പോകുന്ന ഈ അരുവി ഉണ്ടല്ലോ, വയനാട് താമരശ്ശേരി ചുരം ചാടി ഓടി കിതച്ച് വരികയാണ്. നീന്തൽ അറിയുന്നവർക്ക് വലിയവർക്കും അവിടെ കിടന്ന് കുത്തിമറിയാം. നീന്തൽ അറിയാത്ത കുട്ടികളെ കുത്തിമറിയാൻ പഠിപ്പിക്കുകയും ചെയ്യാം. മറ്റുള്ളവരുടെ പോലെ പാറക്കുണ്ടിൽ വീഴുമെന്നുള്ള പേടിയും വേണ്ട. പക്ഷേ ചെറിയ ചെറിയ കുണ്ടുകളുള്ളത് ഒന്ന് വലിയൊരു ശ്രദ്ധിച്ചാൽ മതി. അവർക്കിപ്പോൾ വേറെ എന്താ പണി, ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. മാന ഇറങ്ങുമെന്ന് ഇവിടെ പലപ്പോഴും പറയാറുണ്ട്. ഇവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞ മാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്മാനും സുലൈമാനും ഒന്നല്ല, നല്ല പുള്ളിമാന്, അതുപോലെ മ്ലാവ്. പക്ഷേ ഞാൻ ചെന്നിട്ട് അതൊന്നും കണ്ടില്ല. അതൊക്കെ അപൂർവമായിട്ട് എപ്പോഴെങ്കിലും ഇറങ്ങുള്ളൂ. ഇനിയിപ്പോൾ ഇറങ്ങിയാലെന്താ, അത് ഇതുവരെ ആളെ തിന്നിട്ടൊന്നുമില്ല. നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ചോറ്റും പാത്രമായിട്ട് കണ്ട് വന്നു കഴിഞ്ഞാൽ ആ ചോറും തിന്ന് ഉച്ച കഴിഞ്ഞാൽ ചാറ്റൽ മഴയും കൊണ്ടിട്ട് ഇവിടെ കളിച്ച് നടക്കാം. നല്ല കുത്തി ഒഴുകി പോകുന്ന അരുവിയാണ് കേട്ടോ. ഇന്ന് വിചാരിച്ച് ടൂർ പോകാൻ വിചാരിച്ച് നാട്ടിൽ നിന്ന് കെട്ടി വലിച്ചില്ല അലക്കാനുള്ളത് കൂടി ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവരണ്ടേ. നല്ല മണമുള്ള നല്ല ഔഷധങ്ങളാണ് ഈ നിൽക്കുന്ന പുഴുവട്ട. ഈ സസ്യത്തിനൊക്കെ ഓരോ പേരുണ്ട്. അതൊക്കെ അതിൻ്റെ കഴുത്തിൽ ഓരോ നെക്ലേസും തൂക്കി അതിന്മേൽ ലോക്കറ്റുമ്മേൽ എഴുതിയിട്ടിട്ടുണ്ട്. ബുക്ക് തുറന്ന് പഠിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടാവും. അവർക്ക് ഔഷധങ്ങളെ കുറിച്ച് നേരിട്ട് കണ്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. അന്നേരത്ത് വലിയവർക്ക് ഇവിടെ ആടി കളിക്കാൻ ഇഷ്ടം പോലെ ഊഞ്ഞാലും ഉണ്ട്. കേരളത്തിൽ വലിയവർക്ക് 12 വയസ്സിന് മേലുള്ളവർക്ക് ആടി കളിക്കാൻ ഊഞ്ഞാല കിട്ടിയ ഒരുപക്ഷെ ഏക സ്ഥലം തന്നെയാണ് കാരണം. വലിയവർക്കും കുട്ടികൾക്കും വേണ്ടി ഒരുക്കാൻ കേട്ടോ. ഇനി ആരെങ്കിലും വന്ന് വിസിലടിക്കുന്ന നിങ്ങൾ അവിടുന്ന് ഓടിച്ച് വിടുന്ന ഒരു പേടിയും വേണ്ട, ധൈര്യമായിട്ട് ആടിക്കോളിയും. പറ്റണ അത്രയും ആടി കയറ് പൊട്ടി താഴ്ത്തി വീണ ഒരാടാം. ഒക്കെ നമ്മളെ സ്ഥലം തന്നെ, ഒരാളും ഒന്നും പറയില്ല. കൊറോണൻ്റെ അന്ന് മാസ്ക് ഇട്ടിട്ട് ഇതുവരെ ഊരാൻ മടിയാട്ടി നടക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും നാട്ടിൽ. അവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഊരിക്കോളി, നല്ല ഫ്രഷ് എയർ ശ്വസിക്കാം. ഈ കാട്ടിലൊന്ന് മോൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വേഴാമ്പലിനെ കാണാം, അതുപോലെ മലയണ്ണാനെയും കാണാം കേട്ടോ. നമ്മളെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അണ്ണനെയും ബംഗാളിനെയും കാണാം. ഇവിടെ അങ്ങ് മലയണ്ണാനെയും നാടെണ്ണാനെയും കാണാം. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാതെ നിങ്ങൾ അവിടെ നട്ടം തീരണ്ട. എല്ലാം ഇവിടെ ബോർഡും എഴുതി വെച്ചിട്ടുണ്ട്, അത് നോക്കിയിട്ട് പോകട്ടെ. മുയൽപ്പാറ, പാത്തിപ്പാറ, അതൊക്കെ ഇവിടുത്തെ പ്രത്യേകത. ഈ കാണുന്ന ഷെഡ് ഉണ്ട്, അതാ ആട്ടിനെ കെട്ടാണ്ടാക്കിയതല്ല, നിങ്ങൾക്ക് വന്നിട്ട് റെസ്റ്റ് എടുക്കാൻ. നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് തിന്നാ കുടിക്കുക, അവിടെ തന്നെ കെടുക്കും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് പോയി കുളിക്കാനുള്ള സൗകര്യമുണ്ട്. കുളിക്കാൻ നിങ്ങൾക്ക് അതിൽ കുത്തിമറിയാം. അതിന് മണിക്കൂറിന് ഫീസൊന്നും കൊടുക്കണ്ട കേട്ടോ. സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഫാമിലിയായിട്ട് കുട്ടികളായിട്ട് ഇങ്ങോട്ട് മണ്ടിപ്പോരും. ഇവിടെ കിടന്ന് ചാടി തിമിർക്കാം. പല അമ്യൂസ്മെൻറ്റ് പാർക്കിലെ പോലെ കെമിക്കലിട്ട വെള്ളമൊന്നുമില്ല കേട്ടോ. നല്ല പ്രകൃതി ഒരുക്കിയുള്ള ശുദ്ധമായ പാറകളിലൂടെ ചാടി വരുന്ന ഉറവ വെള്ളമാണ്. ഈ കാട്ടിക്കൂട്ടി നടക്കാൻ വേണ്ടി കരിങ്കൽ വെച്ച നല്ല പാതയുണ്ട് കേട്ടോ. ഈ കണ്ണൊക്കെ ഔഷധ സസ്യമാണ്. ഇഷ്ടം പോലെ പക്ഷികളുണ്ടാവും. ഈ കണ്ണ പച്ച കണ്ട, ഇതാണ് ക്യാമ്പ്. ഇതാരും വീടല്ല കേട്ടോ, ഇത് ആർക്കും വീടായിട്ട് ഉപയോഗിക്കാം. ഇവിടെ വെച്ചിട്ടാണ് ക്യാമ്പുകളിൽ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ. നിങ്ങൾ ക്യാമ്പിന് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭക്ഷണം, താമസം എല്ലാം ഇതിൻ്റെ ഉള്ളിലാണ് കാരണം. ഇനി നമുക്ക് 1, 2 അതിനുള്ള സൗകര്യം അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇതാണ് നഴ്സറി എന്ന് വിചാരിച്ച് പൊട്ടിത്തെറിച്ച സുക്കൂറിന്, മജീദിന്, പിജീഷിന്, സജീഷിനൊന്നും ഇവിടെ കൂടുന്നാക്കാൻ പറ്റില്ല കേട്ടോ. ഇത് സസ്യങ്ങൾ വളർത്തുന്ന നഴ്സറിയാണ്. ഇതാണ് പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാറകളിലൂടെ കുത്തി വെച്ചുകൊണ്ട് ഇതിൽ നല്ല മീനുണ്ട്. നിങ്ങൾ കാണാത്ത തരം മീനിനെ ഇതിൽ കാണാട്ടോ. എന്ന് വിചാരിച്ചാൽ അതിലും മത്തിയൊന്നും ഉണ്ടാവില്ല. അതിൽ പരലും വരാലും മുശും കണ്ണനൊക്കെ കാണും. ഇത് കാട്ടുമുളയാണ് കേട്ടോ. ഇല്ലി എന്ന് പറയും. ഇതേറ്റ് ഓടക്കോയിൽ ഉണ്ടാക്കാൻ എടുക്കും. നല്ല ഉള്ള് പോടയായിട്ടുള്ള ഇളം മുള. ഇതിലൊക്കെ ചെരുപ്പും ഷൂസും ഇല്ല നിങ്ങൾക്ക് നടക്കട്ട. കാരണം ദിവസം തുടച്ച് വൃത്തിയാക്കുന്ന സ്ഥലമായതുകൊണ്ടൊന്നുമല്ല, നല്ല തണുപ്പാണ് ഈ പാറമ ചവിട്ടുമ്പോൾ. നിറയെ കരിയലി ഉണ്ടാവും. വെള്ളത്തിലൂടെ ആണെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പും അനുഭവിച്ചുകൊണ്ട് നല്ല ഫീലുമാണ്. ഈ വേനലിൽ നല്ല തണുപ്പുമാണ്. ഇനി വേനൽ മാറി വർഷം മഴ കണ്ട് തുടങ്ങിയാൽ കൂടുതൽ തണുപ്പും അനുഭവിക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഏത് കട്ടപ്പനയിൽ വന്ന കുട്ടപ്പൻ്റെ മേത്തും ധൈര്യത്തോടെ കയറുന്ന അട്ട ഉണ്ടാവും. മീൻകറിയിലിടുന്ന ഉപ്പ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒത്തിരി കയ്യിൽ വെച്ചോളി. അട്ട കടിച്ചു കൊടുത്താൽ അത് കണ്ടിട്ടുണ്ടെങ്കിൽ അട്ട അതിൻ്റെ പാട്ടിനാണ്ട് പോയിക്കോളും. അതില്ല എന്നുണ്ടെങ്കിൽ ഒരു തീപ്പെട്ടി കയ്യിൽ വെച്ചോളും. തീപ്പെട്ടിക്കൊള്ളി വരച്ചിട്ടൊന്ന് അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാലും അട്ട പോയിക്കോളും. ഇനി തീപ്പെട്ടി കാണുമ്പോൾ കുട്ടപ്പനക്ക് സിഗരറ്റിൻ്റെ ഓർമ്മ വേണ്ട. സിഗരറ്റും മറ്റു ലഹരിയൊന്നും ഇവിടെ അനുവദനീയമല്ല കേട്ടോ.
നീ കമ്പികളും ഇതൊക്കെ കണ്ടോ? ഇതിനൊന്നും പച്ച പെയിൻ്റ് അടിച്ചാൽ ലീഗരായതുകൊണ്ടല്ല കേട്ടോ, വനത്തിൻ്റേതായതുകൊണ്ട് വനത്തിന് ഇണങ്ങുന്ന കളറിൽ നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഈ അരുവിയിലെ വെള്ളം നല്ല ശുദ്ധമാണ്, നിങ്ങൾക്ക് വേണ്ടത്ര കുടിക്കാട്ടോ. അവിടെ വെള്ളത്തിൽ ഇഷ്ടം പോലെ കുട്ടികൾ ചാടി കളിക്കണമുണ്ട്. വർഷങ്ങളായിട്ട് ഇച്ചി പിടിച്ച പായൽ പിടിച്ച ഈ പാറയും വഴിയും കണ്ട അതാണ് ഇവിടുത്തെ മനോഹാരിത. ഈ കാട്ടിലൂടെ ഇത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് കേട്ടോ. ഇലപൊഴിയും ശിശിരത്തിൽ ഇവിടെ വന്ന ശശി പറഞ്ഞൊരു കഥ പോലെ എന്നും സൂക്ഷിക്കുക മനസ്സിൽ. കാടിനെയും കാട്ടരുവികളെ ഇഷ്ടപ്പെടുന്ന ഫോട്ടോഗ്രാഫർമാർക്ക് ഇവിടെ വന്നിട്ട് മനോഹരമായിട്ടുള്ള പ്രകൃതി ഫോട്ടോസ് എടുക്കാം കേട്ടോ. നല്ല ആമകളും ഞണ്ടുകളൊക്കെ ഈ വെള്ളത്തിൽ നിങ്ങൾക്ക് സദാ കാണാൻ പറ്റും. പക്ഷി നിരീക്ഷകർക്ക് ഇവിടെ വന്ന് മാനം നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാത്ത തരം പക്ഷികളെയും കണ്ടുപോവാം. കുട്ടികൾ ഈ വെള്ളത്തിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ചൂടത്തുനിന്ന് അവർ കയറി പോവില്ല. അത്രയും തണുപ്പുള്ള ഈ കരിങ്കല്ലിലും വെള്ളാരങ്കല്ലിലൊക്കെ കുത്തി ഒഴുകുന്ന പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണിത്. കണ്ടോ, ഫാമിലി വന്നിട്ടുണ്ടെങ്കിൽ അവർ ഇതിൽ നിന്ന് കയറൂല കേട്ടോ. കാരണം കുട്ടികൾക്ക് ഇത്ര ഇഷ്ടപ്പെട്ട ഒരു ഇടം ഇതന്നെയാണ്. ഈ ചൂടത്തെ ഏക ആശ്വാസം ഇത് തന്നെയാണ്. ഇത് കണ്ണിനൊരു കുളിർമയും മനസ്സിനൊരു വളർമയാണ്. ഒരു തോർത്തുമുണ്ട് എടുത്തുകൊണ്ട് പോരുകയാണെന്നുണ്ടെങ്കിൽ മീനിനെയും കോരി സമയം അങ്ങനെയും കുറേ കിട്ടും. ഇത് കാടാണെങ്കിലും ബടാജാതി മൃഗങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ നിറയെ പാറി പറക്കുന്ന കളർഫുൾ ആയിട്ടുള്ള ചിത്രശലഭങ്ങളെ കാണാം കേട്ടോ. ലോകത്തിൻ്റെ പല ദിക്കിലുമുള്ള പൂമ്പാറ്റകൾ നിറയുണ്ട്. അതിനെക്കുറിച്ച് അതിൻ്റെ പേരും പഠനവും എഴുതി വെച്ചിട്ടുള്ള ബോർഡുകളും കാണാം. ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവിടെയുള്ള മുയൽപ്പാറയും പാത്തിപ്പാറയും. മുയൽപ്പാറയിൽ നിറയെ മുയൽ ചാടി കളിക്കണത് കാണാമെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. മുയലിൻ്റെ ഷേപ്പിലുള്ള ഒരു വലിയ പാറയാണ്. അത് പ്രകൃതി തന്നെ രൂപപ്പെടുത്തിയാണ്. ഉച്ചക്ക് വരണവനക്കും ഈ പച്ച വെഞ്ചിലിരുന്ന് വിശ്രമിക്കട്ടോ. നാടിളകി വരുന്ന വിനോദസംഘത്തിന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല കാടിളകി വരുന്ന തണുത്ത കാറ്റും ആസ്വദിച്ചിരിക്കാം. കുട്ടികളെ കൂടെ നടക്കുമ്പോൾ കൈയൊക്കെ ഒന്ന് പിടിച്ചോണ്ടി. കാരണം കല്ലും മുട്ടിയും കൂടി നല്ലൊരു ട്രെക്കിങ്ങിൻ്റെ എക്സ്പീരിയൻസും കൂടിയാണ് ഇവിടെ. ട്രെക്കിങ് ചെയ്ത് നടക്കാൻ നിങ്ങൾക്ക് ഈ കാട്ടിലൂടെ നല്ല ഫ്രഷ് എയറുള്ള സമാധാനത്തോടെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം സമയം ഇരുന്ന് യോഗയും ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. മുളമരാണ് ഇവിടുത്തെ മറ്റൊരു മനോഹാരിത കേട്ടോ. നല്ല മുളങ്കാടുകളും ആസ്വദിച്ച് നിങ്ങൾ കൂടുന്നുള്ള ഭക്ഷണം അവിടെ ഇരുന്ന് കഴിച്ച്, പക്ഷേ പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒന്നും ഇടാതിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ഈ പ്രകൃതി എന്നും ഇതേപോലെ സൂക്ഷിക്കാം. ഇവിടുത്തെ ചെറിയ ചെറിയ തോടുകൾക്ക് അപ്പുറത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇരുമ്പ് കൊണ്ട് പച്ച കളറിലുണ്ടാക്കിയ പാലങ്ങൾ അതൊന്ന് കിടക്കണം. നല്ല ഉണങ്ങിയ കരിയിലകൾ വീണ് കിടക്കുന്ന വഴിയിലൂടെ നമ്മുടെ ആ കാൽപാദങ്ങൾ താണ്ടിയുള്ള ആ യാത്ര അതൊന്നും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് കേട്ടോ. അതിനൊക്കെ ഇവിടെ തന്നെ വരണം. ഈ പ്രകൃതി നമ്മൾ ലഹരി പദാർത്ഥം മറ്റൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാതെ അടുത്ത തലമുറക്ക് കൂടി വേണ്ടി കാത്തു സൂക്ഷിക്കണം. കണ്ടോ, കുത്തി ഒഴുകി പോകുന്ന വെള്ളച്ചാട്ടം, അതും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു നയനമനോഹരമായ കാഴ്ച. നല്ല മയിൽ, അതേപോലെ കുയിൽ, മറ്റ് പലതരത്തിലുള്ള കളറിലുള്ള പക്ഷികൾ, ഇതിനൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് കാണാൻ പറ്റും കേട്ടോ. അതൊക്കെ നമ്മളൊരു ഭാഗ്യം കൂടിയാണ്. നമ്മൾ മരത്തിലിങ്ങനെ നിരീക്ഷിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെയും ഇവിടെയൊക്കെ പല പക്ഷികളെയും കാണാം. ചിലപ്പോൾ പച്ചിലപ്പാമ്പിനെയും കാണാം. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതേപോലെ ലൈക്കും കമൻറ്റൊക്കെ ഇട്ട് ഒന്ന് സഹകരിക്കണേ. ഈ വനപർവ്വത്തിൽ ടിക്കറ്റ് വെറും 30 രൂപയുള്ളൂ. കുട്ടികൾക്ക് അതിലും ഇളവുണ്ട്. കുട്ടികൾക്ക് 10 മതി. നാട്ടിൽ സ്വിമ്മിംഗ് പൂൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ കൊടുക്കണം? ഇത് പ്രകൃതി രമണീയമായിട്ടുള്ള നല്ല വെള്ളവും ഫ്രഷ് എയർ, പ്രകൃതി, അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ഇവിടേക്ക് എത്തിച്ചേരാൻ നല്ലൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ടൗണിൽ വന്നിട്ട് അവിടുന്ന് നമ്മൾ വയനാട് റൂട്ടിൽ ഈങ്ങാപ്പുഴന്ന് തിരിഞ്ഞൊരു 3 കിലോമീറ്റർ പോയാൽ